ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ടൈപ്പ് 5 ആണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സിൽ ബി എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് തന്നിരിക്കുന്ന എഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് എക്സ് ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എഫ് എക്സ് ഇൻഫിനിറ്റിലോട്ട് ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. അത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ റിസൾട്ടും അതിൻ്റെ 1-2 എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ക്ലാസ്സിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇവിടെ ലോവർ ലിമിറ്റ് എ എന്ന് പറയുന്ന ലോവർ ലിമിറ്റ് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ ഇംപ്രോപ്പറായിട്ടുള്ള ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ലിമിറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻ്റഗ്രൽ കൺവേർജ് ചെയ്യുന്നു. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഡൈവേർജ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് റിസൾട്ടൊക്കെ അങ്ങ് പഠിച്ചോണേ, ഞാൻ എല്ലാം കൂടെ വായിച്ച് സമയം കളയുന്നില്ല. എക്സാമ്പിളിലേക്ക് പോവുകയാണ്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1 to 2 dx ഡിവൈഡഡ് ബൈ 1 - x. ഇവിടെ ഇൻ്റഗ്രൽ എ ടു ബി എന്നുള്ള ഫോമിലാണ്. എ എന്ന് വെച്ചാൽ 1 ആണ്. ആ എയുടെ വാല്യൂ ഇവിടുത്തെ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/1 - x എന്ന് പറയുന്ന ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/1 - x എന്ന് പറയുന്ന ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 1 - x എന്താവും? എക്സിന് ഒരു 1 അല്ലേ കൊടുക്കുന്നത്. അന്നേരം 1 - 1 എന്താവും? 0 ഓൺ ഡിനോമിനേറ്റർ, അതായത് 1/0 എന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയാണ്. ഫംഗ്ഷൻ ഇൻഫിനിറ്റിലോട്ട് ടെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഒരു ഇംപ്രോപ്പറാണ്. ഓക്കെ, അങ്ങനെ ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം ലോവർ ലിമിറ്റിനാണല്ലോ ഫംഗ്ഷൻ ഇൻഫിനിറ്റി ആയത്, ലോവർ ലിമിറ്റിനാണ് ഫംഗ്ഷൻ ഇൻഫിനിറ്റി ആയെങ്കിൽ ആ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ റിസൾട്ട് യൂസ് ചെയ്യുക. ലിമിറ്റ് കെ ടെൻസ് ടു എ പ്ലസ്, എ എന്ന് വെച്ചിട്ട് ഇവിടെ 1 ആണ്. അന്നേരം ലെഫ്റ്റ് സൈഡ് എഴുതി വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു 1 പ്ലസ് ഇൻ്റഗ്രൽ കെ ടു ബി, ബി എന്ന് വെച്ചാൽ അപ്പർ ലിമിറ്റ് 2, കെ ടു 2 ആ ഫംഗ്ഷൻ ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 - x. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു 1 പ്ലസ് ഇൻ്റഗ്രൽ 1/1 - x. ഇൻ്റഗ്രൽ 1/x എന്താണ്? ഇൻ്റഗ്രൽ 1/x, ഇൻ്റഗ്രൽ 1/x ലോഗ് മോഡ് എക്സ്, ലോഗ് മോഡ് എക്സ്. അന്നേരം 1 - x ആകുമ്പോഴത്തേക്ക് 1/1 - x ആകുമ്പോഴത്തേക്ക് ലോഗ് മോഡ് 1 - x ഡിവൈഡഡ് ബൈ ഒരു -1 കൂടെ വരും. കാര്യം ഇവിടെ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് എന്താണ്? മൈനസ് ആണ്. ഓക്കെ, അതിൻ്റെ റീസൺ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓൾറെഡി നിങ്ങൾ +2 പഠിക്കുന്നതാണ്. ഓക്കെ, അന്നേരം മൈനസ്, ആ മൈനസാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. മൈനസ് ലോഗ് മോഡ് 1 - x ലിമിറ്റ് കെ ടു 2. ഓക്കെ ആണല്ലോ. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാം. ഈ മൈനസ് ഞാനങ്ങ് പുറത്താക്കി. ലിമിറ്റ് കെ ടെൻസ് ടു 1 പ്ലസ്, ആദ്യം അപ്പർ ലിമിറ്റ് 2 കൊടുക്കുന്നു, എക്സിന് പകരം 2 കൊടുക്കുന്നതാണ് ലോഗ് മോഡ് 1 - 2 മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് പകരം കെ കൊടുക്കുമ്പോൾ ലോഗ് മോഡ് 1 - k എന്ന് വരും. ഓക്കെ ആണല്ലോ. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലിമിറ്റ് കെ ടെൻസ് ടു 1 പ്ലസ് 1 - 2. 1 - 2 വെച്ചാൽ -1 എന്ന് വരുമല്ലോ. ലോഗ് മോഡ് -1, മോഡ് -1 എന്ന് വെച്ചാൽ അത് 1 ആണല്ലോ. അന്നേരം ലോഗ് 1 എന്ന് വരും. ലോഗ് 1 എന്താണ്? 0 ആണ്. മൈനസ് ലോഗ് മോഡ് 1 - k, അത് അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, രണ്ടും കൂടെ എന്തായി? പ്ലസ് ആവും. ലിമിറ്റ് കെ ടെൻസ് ടു 1 പ്ലസ് ലോഗ് മോഡ് 1 - k എന്ന് വരും. ഇനി ലിമിറ്റ് എന്തോ അപ്ലൈ ചെയ്യുമോ? കെന് വരെ എന്തോ കൊടുക്കുക? 1 കൊടുക്കുക. കെക്ക് വരെ 1 കൊടുക്കുമ്പോഴത്തേക്ക് ലോഗ് 1 - 1 ലോഗ് 0 എന്ന് വരും. ലോഗ് 0 എന്താണ്? ലോഗ് 0 എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ആണ്. ലോഗ് 1 ആണ് 0, തെറ്റിക്കരുത്. ലോഗ് 0 എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ആണ്. അവിടെ ഇൻഫിനിറ്റി എഴുതി. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ആണോ പ്ലസ് ഇൻഫിനിറ്റി ആണോ എന്ന് അറിയാനായിട്ട് കഴിഞ്ഞ വീഡിയോയിലും ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തോ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ കെ ടെൻസ് ടു 1 പ്ലസ് എന്നാണ്. ഓക്കെ, 1ൻ്റെ റൈറ്റ് ആണ്. 1ൻ്റെ റൈറ്റിലുള്ള ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ. പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റി, മൈനസ് ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, സൈൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം 1 പ്ലസ് എന്ന് വെച്ചാൽ 1ൻ്റെ റൈറ്റ് ആണ്. 1ൻ്റെ റൈറ്റിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വാല്യൂ അതിനടുത്തുള്ള 2 എടുക്കുക. ഓക്കെ, 2 എടുക്കുന്ന 1 - 2. 1 - 2 എന്താണ്? നെഗറ്റീവ് അല്ലേ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതെന്തോ ആയത്? മൈനസ് ഇൻഫിനിറ്റി ആയത്. ഓക്കെ, അതായത് തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ എന്തോ ചെയ്യുന്നു? എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതായത് ഡൈവേർജ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ -3 to 1 x dx ഡിവൈഡഡ് ബൈ √9 - x². ഇവിടെയും ഇതാ ലോവർ ലിമിറ്റ് -3 ആണ്. ആ -3 ഇതാ ഇവിടെ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -3യുടെ സ്ക്വയർ എന്താണ്? -3യുടെ സ്ക്വയർ 9 ആണ്. ഓക്കെ, അന്നേരം 9 - 9, 9 - 9 എന്തോ വരും? 0 ആവും ഡിനോമിനേറ്റർ. 0 ആയി കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആയി. ഫംഗ്ഷൻ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ അത് ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. ലോവർ ലിമിറ്റിന് ഫംഗ്ഷൻ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ
ആ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നിരുന്നത്. അതായത് ലിമിറ്റ് കെ ടെൻസ് ടു എന്നാണ് ഈ റിസൾട്ട്. ഓക്കെ, ലിമിറ്റ് കെ ടെൻസ് ടു എന്താണ് എ പ്ലസ് എന്നാണ് റിസൾട്ട് വരുന്നത്. എ പ്ലസ് എ എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് -3 ആണ്. അന്നേരം -3 പ്ലസ് -3 പ്ലസ് ഫസ്റ്റ് ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. -3 പ്ലസ് ഇൻ്റഗ്രൽ കെ ടു ബി എന്ന് വെച്ചാൽ 1 ആണ് അപ്പർ ലിമിറ്റ് കെ ടു 1 ആ ഫംഗ്ഷൻ x ഡിവൈഡഡ് ബൈ √9 - x² dx. ഇനി ഡിനോമിനേറ്ററിൽ √9 - x² ആണല്ലോ. √9 - x² 9 - x² റൈസ് ടു 1/2 എന്ന് എഴുതാം, ശരിയല്ലേ? അതിന് നേരെ ന്യൂമറേറ്ററിലാക്കുമ്പോൾ 9 - x² ദ ഹോൾ റൈസ് ടു -1/2 എന്ന് എഴുതാമല്ല. ഇൻറ്റു ന്യൂമറേറ്ററിൽ തന്നെ ഒരു x ഗുണുണ്ട് ഇൻറ്റു x dx. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്ന സാധനം. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എളുപ്പം ഒരു മാർഗ്ഗമുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ ആവശ്യമില്ല. ഡയറക്റ്റ് ഫോമുലയില്ല. ഒന്നുകിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഫോമുല അപ്ലൈ ചെയ്യാം. അത് അവരവർ ഇഷ്ടം, പഠിച്ച രീതിയിൽ അപ്ലൈ ചെയ്യാം. ഈ ഫോമുല നമ്മൾ എൻട്രൻസിനൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ്റഗ്രൽ f of x റൈസ് ടു n ഇൻറ്റു f ഡാഷ് x dx വിച്ച് ഈസ് ഈക്വൽ ടു f of x റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1. ഈ ഫോമുല അപ്ലൈ ചെയ്ത് ഞാൻ പറഞ്ഞു തരുമ്പോഴത്തേക്ക് ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. എക്സാമിനേഷൻ എഴുതുമ്പോഴത്തേക്ക് ഈ ഫോമുല എഴുതാതെ റിസൾട്ട് അപ്ലൈ ചെയ്യരുത്. ഫോമുല എഴുതി അവിടെ ഒരു ബോക്സ് വരച്ചിട്ടിരിക്കുക. പേപ്പർ നോക്കുന്നവർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മിക്കവാറും ആൻസർ കീയിലെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നവർക്ക് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഫോമുല എഴുതി കഴിഞ്ഞാൽ ഫോമുല ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷന് പകരം ഇത് എഴുതിയാലും മാർക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അന്നേരം ഇൻ്റഗ്രൽ f of x റൈസ് ടു n ഇൻറ്റു f ഡാഷ് x dx ഇസ് ഈക്വൽ ടു f of x റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1. ഇതെന്താണ് ഈ ഫോമുല പറയുന്നത് ശ്രദ്ധിക്കുക. f of x റൈസ് ടു n പവറുള്ള ടേം, അതാണ് f of x. ഓക്കെ, ഇതാ ഇവിടെ നോക്കുക, പവറുള്ള ടേം ഇതാണല്ലോ. ഇതാണ് f of x. n എന്ന് വെച്ചാൽ പവറിലുള്ള സാധനം -1/2. ഓക്കെ, ഇനി ആ എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആ ഇൻ്റഗ്രലിൻ്റെ കൂടെ എക്സിസ്റ്റ് ചെയ്യുവാണെന്ന് നോക്കുക. എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് f ഡാഷ് x ഇവിടെ 9 - x² ആണല്ലോ. 9 - x² ഡെറിവേറ്റീവ് എന്താണ് സ്വാഭാവികമായിട്ടും വരുന്നത്? -2x ആണല്ലോ. -2x ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല, x മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? അന്നേരം ഒരു -2ൻ്റെ കുറവല്ലേ ഉള്ളൂ. ആ ഒരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അന്നേരം പ്രശ്നം ഓക്കെ ആയി. ഞാനൊരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഡിവൈഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. -1/2 വിച്ച് ഈസ് ഈക്വൽ ടു -1/2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ ആണല്ലോ. -1/2 ഡിവൈഡ് ചെയ്തു, അല്ലെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതുപോലെ തന്നെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. വാല്യൂന് വ്യത്യാസമില്ലല്ലോ. ഓക്കെ, ഇപ്പം ഇത് നോക്കുക. ലിമിറ്റ് k ടെൻസ് ടു -3 പ്ലസ് ഇൻ്റഗ്രൽ k ടു 1 9 - x² റൈസ് ടു -1/2 ഇൻറ്റു -2x. അതായത് f of x റൈസ് ടു n ഇൻറ്റു f ഡാഷ് x. എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 9 - x ഡെറിവേറ്റീവ് -2x അവിടെ എക്സിസ്റ്റ് ചെയ്തു. അങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. അതായത് ഈ പവറുള്ള ഈ ടേം ഉണ്ടല്ലോ, f of x റൈസ് ടു n എന്ന് പറഞ്ഞ ടേം, ആ പവറിൽ ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് ആ പവറിൽ വരുന്ന n+1 എന്ന് പറഞ്ഞ ടേം ഡിവൈഡ് ചെയ്യുക. ഇതാണ് റിസൾട്ട്. ഇൻ്റഗ്രേഷൻ വളരെ ഈസിയാണ്. അതായത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതിനായിട്ട് വളരെ എളുപ്പമാണ്. ഓക്കെ, അന്നേരം ഇതാണ്ട് ഇവിടെ റിസൾട്ട് ഇങ്ങനെയായി. ഇതിൻ്റെ f of x റൈസ് ടു n ഇൻറ്റു f ഡാഷ് x ഇവിടെ എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് ഈ സാധനത്തിൽ 9 - x² റൈസ് ടു -1/2 ആ -1/2ൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുക. ആ പവർ അതേപോലെ ഡിനോമിനേറ്ററിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് ഇവിടെ അതാണ് ചെയ്തിരിക്കുന്നത്. -1/2 ലിമിറ്റ് k ടെൻസ് ടു -3 പ്ലസ് 9 - x² റൈസ് ടു -1/2 പ്ലസ് 1 ആ പവർ താഴെയും -1/2 പ്ലസ് 1. -1/2 പ്ലസ് 1 എന്ന് വെച്ചാൽ എന്താണ്? 1 - ഹാഫ് ആണല്ലോ. ഈ ഹാഫും പുറത്തൊരു ഹാഫുണ്ട്, ആ ഹാഫും കൂടെ ക്യാൻസൽ ആവും. ഓക്കെ, ബാലൻസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് ശ്രദ്ധിച്ചോണം. ആ മൈനസാണ് അടുത്ത സ്റ്റെപ്പിൽ ആദ്യം വന്നിരിക്കുന്ന മൈനസ് ലിമിറ്റ് k ടെൻസ് ടു -3 പ്ലസ്. ഇനി ഈ ടേം മാത്രമേ ഉള്ളൂ, ഇത്രയും ടേം ഈ ന്യൂമറേറ്ററിലുള്ളത്. അതിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കുന്നു. ആദ്യം അപ്പർ ലിമിറ്റ് 1 കൊടുക്കുന്നു. 1 കൊടുക്കുമ്പം 9 - 1ൻ്റെ സ്ക്വയർ 1 ആണല്ലോ. അതായത് 9 - 1 8 എന്ന് വരും. 8 റൈസ് ടു 1/2 ഫസ്റ്റ് ടേം. മൈനസ് ലോവർ ലിമിറ്റ് k കൊടുക്കുന്നു. k കൊടുക്കുമ്പോൾ 9 - k² റൈസ് ടു 1/2 എന്ന് വരും. ഇതാണ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ലിമിറ്റ് കെയ്ക്ക് വരെ എന്ത് കൊടുക്കുന്നു? -3 കൊടുക്കുന്നു. അവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസാണ് ഈ കിടക്കുന്നത്. -8 റൈസ് ടു 1/2 അതേപോലെ എഴുതി. കെയ്ക്ക് വരെ -3 കൊടുക്കുന്നു. കെയ്ക്ക് വരെ -3 കൊടുക്കുമ്പോഴത്തേക്ക് -3യുടെ സ്ക്വയർ എന്താണ്? 9 ആണ്. അന്നേരം 9 - 9 എന്തോ ആയി പോവും? 0 ആയി പോവും. അതായത് രണ്ടാമത്തെ ടേം 0 ആയി പോവും. അതായത് 8 റൈസ് ടു 1/2 മാത്രം വരും. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അന്നേരം -8 റൈസ് ടു 1/2 എന്ന് വരും. 8 റൈസ് ടു 1/2 എന്ന് വെച്ചാൽ എന്താണ്? √8. ഓക്കെ, അതായത് ആൻസർ എന്താ വരും? -√8 എന്ന് വരും. തന്നിരിക്കുന്ന ഇംപ്രോപ്പർ ഇൻ്റഗ്രലിന് ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടി, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു. അതായത് തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ എന്തോ ചെയ്യുന്നു? കൺവേർജ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. ഇതാണ് ടൈപ്പ് 5 വരുന്നത്. ഇപ്പം
അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വരുന്ന കേസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ, അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ അതും ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ്സിൽ തൽക്കാലം എത്രയും നിൽക്കട്ടെ. നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഗുഡ് ബൈ. താങ്ക് യു.